അതെ, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇന്ന് ഡേവിഡ് സ്റ്റാറിനോടൊപ്പം നമ്മുടെ യാത്ര ഊട്ടിയിലേക്കാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. സോ ഇന്നത്തെ സ്റ്റാർ ആരാണെന്നല്ലേ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ദാറ്റ് ഈസ് എ സർപ്രൈസ് ഫോർ യു. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ ഡേ വിത്ത് എ സ്റ്റാർ. നമുക്ക് അങ്ങോട്ട് പോവാം. ഡേവിഡ് സ്റ്റാറിൽ ഇന്നത്തെ നമ്മുടെ താരത്തിനെ കാണാനുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഊട്ടിയിലാണ്. നല്ല മനോഹരമായൊരു തേയിലത്തോട്ടമൊക്കെ കണ്ട് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തു. സോ ഹിയർ നമ്മൾ കുറച്ചൊരു സ്പേസൊക്കെ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഊട്ടിയിൽ നമ്മൾ കണ്ടുമറന്ന വെള്ളിത്തിരയിലൂടെ കണ്ടുമറന്ന ലൊക്കേഷൻസും നല്ല തണുപ്പാണ്. ഈ തണുപ്പും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്നത് പ്രിയദർശൻ സാറിൻ്റെ ഒപ്പം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ്. ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവിടെ ഉണ്ട്. ലാലേട്ടനാണ് ഒപ്പത്തിലെ നായകൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര തിരിക്കാം അല്ലേ? ലെറ്റ്സ് മൂവ്. വാവ്, ഇപ്പോൾ സമയം 8 മണിയായി. നമ്മളിപ്പോൾ ഒപ്പത്തിനോടൊപ്പം എത്തി നിൽക്കുന്നത് കൊല്ലിമലയിലാണ്. അതായത് ഊട്ടി ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മനോഹരമായൊരു വാലി, ചുറ്റും 360 ഡിഗ്രിയിലും മലനിരകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ആക്ച്വലി ലാലേട്ടനും പ്രിയദർശൻ സാറും ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തും. കാരണം ഒപ്പം എന്ന പ്രിയദർശൻ സാറിൻ്റെ ലേറ്റസ്റ്റ് മൂവിയുടെ പ്രൊമോ സോങ്ങിൻ്റെ ഷൂട്ടാണ് ഇന്ന് ഈ ലൊക്കേഷനിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിൻ്റെ ഫുൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഓക്കെ, ശരിക്കും ഊട്ടിയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തീർത്തും അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, എപ്പോൾ വേണമെങ്കിലും കോട കയറാം. അതുകൊണ്ട് തന്നെ പ്രിയദർശൻ സാർ ഇപ്പോൾ ഭയങ്കര ടെൻഷനിലാണ്. നല്ല ടൈറ്റായിട്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും നാളെയും കൊണ്ട് ഈ പ്രൊമോ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് തീർക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻസ് എന്തായാലും നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടും കേട്ടും പറഞ്ഞും ഓക്കെ ഇന്നത്തെ ദിവസം മൊത്തം സാറിൻ്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് ഫോളോ. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഇതെൻ്റെ ഫസ്റ്റത്തെ യാത്രയാണ് ഊട്ടിയിലേക്ക്. ഏതൊരാൾക്കും ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. സാറിൻ്റെ ഏതൊരു സിനിമ എടുത്താലും ശരിക്കും എല്ലാവർക്കും ഊട്ടി കാണണമെങ്കിൽ സാറിൻ്റെ സിനിമകൾ കണ്ടാൽ മതി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ സാറും ഊട്ടിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിനെ കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് ഊട്ടിയിൽ വന്ന് ഷൂട്ട് ചെയ്തത് തേനും മയമ്പും എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലുമൊക്കെ സഹായിക്കാനും അശോക് കുമാറിൻ്റെ കൂടെയും സുരേഷിൻ്റെ കൂടെയൊക്കെ വന്നാണ്. അപ്പം നസീർ സാറിന് ഇതൊരു സോങ് ഷൂട്ട് ചെയ്ത് ഞാൻ ആ സിനിമയിൽ തേനും മയമ്പും എന്താണ് ഒറ്റക്കമ്പി നാദം എന്ന് പറഞ്ഞ സോങ്. അപ്പോൾ അതായിരുന്നു എൻ്റെ തുടക്കം ഊട്ടി. 40 വർഷമായി. അത് കഴിഞ്ഞ് സിനിമ തുടങ്ങിയതെന്ന് പറയുന്നത് കഴിഞ്ഞ ശേഷം കുത്തി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആദ്യമായിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സിനിമ താളവട്ടം. ദാറ്റ് ഈസ് എബൌട്ട് എന്താണ് പറയുന്നത് ഒരു 30 വർഷമാണ്. ഇന്നലെ അതേ സ്ഥലത്ത് ഞാൻ സോങ് എടുത്ത് കാർത്തികേയൻ ലിസിയും വെച്ച് സോങ് എടുത്ത് അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഈ സിനിമയിൽ അതേ ഒരു ഷോട്ട് വീണ്ടും എടുത്തു. അതൊരു എന്തായാലും ഞാനൊരു നൊസ്റ്റാൾജിയാണ്. അതായിരുന്നു ശരിക്കും താളവട്ടം സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഊട്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭംഗിയും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഊട്ടി ഒരുപാട് നാശമായി പോയി പഴയ കാലത്തിനെക്കാട്ടിലും.
അതുകൊണ്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. പിന്നെയും ഇവിടെ ഒന്നും അധികം ഷൂട്ടിംഗ് ഇല്ല, നടന്നിട്ടില്ല. അപ്പോൾ ഒപ്പം എന്ന സിനിമയിലൊരു സോങ്ങിൻ്റെ സീക്വൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ലാലേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ കുറേ വെജിറ്റബിൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു സൈക്കിളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എന്തായാലും ലാലേട്ടൻ സൈക്കിൾ ഓടിക്കുന്ന വല്ല രംഗമൊക്കെ ആയിരിക്കണം. ഇതിൽ ലാലേട്ടൻ്റെ കൂടെ നമ്മുടെ കൊച്ചു മീനാക്ഷി ഇല്ലേ, അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. യെസ്, മീനാക്ഷി ഉണ്ട്. മീനാക്ഷി ദേ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സോങ്ങിൻ്റെ സീക്വൻസ് ഒന്ന് ആസ്വദിക്കാം അല്ലേ? ഇപ്പം സാറ് ഊട്ടിയിലേക്ക് തിരിച്ചു വരുമ്പം ഇത്രയും വർഷങ്ങൾക്കൊക്കെ ശേഷം തിരിച്ച് മോഹൻലാലിനോടൊപ്പം തന്നെ വരുമ്പോൾ നൊസ്റ്റാൾജിക് ആ ഒരു ഫീൽ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ താളവട്ടം, ചിത്രം, കിലുക്കം, മിന്നാരം, ഒരല്പം മിഥുനം, ഇത്രയും സിനിമകൾ ഷൂട്ട് ചെയ്തു. പക്ഷേ എല്ലാ സിനിമകളും ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ഊട്ടിയിൽ ഷൂട്ട് ചെയ്ത സിനിമകളില്ല. അതുകൊണ്ടൊരു പ്രതീക്ഷ ഈ സിനിമയും അതുപോലെ സക്സസ്ഫുൾ ആവും എന്നൊരു പ്രതീക്ഷ. സാറിൻ്റെ ഏതൊരു എന്താ പറയുക, സാറിൻ്റെ ഒരു മൂവി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പ്രേക്ഷകർക്കൊരു ആഘോഷം തന്നെ. അതിനോടൊപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും കൂടി ആവുമ്പോൾ പറയാൻ വാക്കുകളില്ല. അപ്പം നിങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ, ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ശരിക്കും അതൊരു സക്സസ് ഫോർമുല എന്ന് തന്നെ പറയാൻ വേണം. അങ്ങനെ ഒരു കെമിസ്ട്രി ഒന്നുമില്ല. ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസം, അതാണ് ഏറ്റവും. ഞാനെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പുള്ളി ചോദിക്കാറില്ല, എന്തെടുക്കുന്നു എന്ന് ചോദിക്കാറില്ല. അതിൻ്റെ എൻ്റെ പുറത്തുള്ളൊരു വിശ്വാസം, അതിൻ്റെ തിരിച്ച് റിട്ടേണായിട്ട് കൊടുക്കുന്ന എന്താ പറയുക ഒരു ഉത്തരവാദിത്വം. ഒരിക്കലും എപ്പോഴും എന്നെ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനുള്ള റിസൾട്ട് കൊടുക്കുക എന്നുള്ള, സിനിമയിൽ റിസൾട്ട് കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള സിനിമയിലെ ബന്ധം. പുറത്തെന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ കളിച്ചും വളർന്ന, ലാലെന്നെക്കാട്ടിലും ജൂനിയറാണ് എങ്കിലും ഞങ്ങൾ പൂജപ്പുര ഗ്രൗണ്ടിൽ ഒരുമിച്ച് കളിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. അതെ, തീർച്ചയായിട്ടും. നല്ല ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഇവിടെ. പെട്ടെന്നാണ് ക്ലൈമറ്റൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ആ റോഡിൽ ലാലേട്ടൻ സൈക്കിൾ ഓടിക്കുന്ന ഒരു സീൻ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഹെലിക്യാമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഷോട്ടിനുള്ള പ്ലാനിങ് സാറും സാറിൻ്റെ അസോസിയേറ്റ്സും എല്ലാവരും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒപ്പം അങ്ങേ അറ്റത്ത് നമുക്കൊരു പട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടാണ് സാറുടെ ഫ്രെയിംസൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് 1-2 നല്ല കളർഫുൾ ആയിട്ടുള്ള പട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം.
സാറിൻ്റെ മൂവീസിലെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം മോർ ദാൻ ഒരു സാറിൻ്റെ ഒരു സാറ് തന്നെയാണ് അതിൽ ഫ്രെയിംസും എല്ലാം സാറിൻ്റെ മനസ്സിലുള്ളത് ശരിക്കും പ്രേക്ഷകരിലേക്ക് എത്തും കറക്റ്റായിട്ട്. ആ ഒരു പ്രോസസ്സ് ഇല്ല, ഞാൻ തീർച്ചയായിട്ടും സിനിമയിൽ എൻ്റെ ആഗ്രഹം സിനിമാറ്റോഗ്രാഫർ ആവണമെന്നായിരുന്നു. പിന്നീട് ഡയറക്ടറായിട്ട് മാറിയപ്പോഴും തീർച്ചയായിട്ടും ഒരു സിനിമാറ്റോഗ്രാഫറുടെ വിഷമങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാകും. എന്തൊക്കെയാണ് അയാൾ ഫേസ് ചെയ്യുന്ന വിഷമങ്ങൾ, അതനുസരിച്ച് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നല്ല റിസൾട്ട്. കാഴ്ചയിൽ ഒരുപാട് പേരായിട്ട്, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് PC ശ്രീറാം, സന്തോഷ് ശിവൻ, എസ് കുമാർ, ഇങ്ങനെയുള്ള ഒരുപാട് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്ത് പിന്നീട് പുതിയ ജീവ, ഈ സിനിമ നയേക, തിരു, അങ്ങനെയുള്ള പുതിയ ഒരുപാട് പിള്ളേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. KV ആനന്ദ് ഫസ്റ്റ് പടം തേന്മാൻ കുമ്പലത്തിനാക്കി നാഷണൽ അവാർഡ് കിട്ടി. സോ അങ്ങനെയുള്ള, പക്ഷേ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഓഡിയോയും വിഷ്വലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. വെറുതെ ഒരു കഥ എടുത്തിട്ട് അതിനെ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള വിഷ്വൽ ബോർഡ് ഒരു സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം സാറിൻ്റെ ഫിലിംസിൽ സ്റ്റോറിയോടൊപ്പം തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ മ്യൂസിക് വളരെ എന്നും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മ്യൂസിക്കാണ് സാർ. അതെ, അതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സംവിധായകർക്കും അവരവരുടേതായ ഒരു മ്യൂസിക് ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ ഒരു മ്യൂസിക് ടേസ്റ്റ് കൂടുതലും കുട്ടികൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് മൂളാവുന്ന പാട്ടുകൾ എന്നുള്ള രീതിയിലുള്ള സോങ്ങുകളാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്തിരുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് മൂളാവുന്ന പാട്ടുകൾ വളരെ വേഗം പോപ്പുലറാവും. ഞാൻ എടുത്തിരുന്ന ഒരു സ്പിരിറ്റ് സോങ്ങിൽ. ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലാണ്. സാറിനോടൊപ്പം ഒപ്പത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് എന്തൊക്കെയാണ് ഒപ്പത്തിൻ്റെ വിശേഷങ്ങൾ? ഒപ്പം തീർച്ചയായിട്ടും ഇതിന് മുൻപ് ഞാൻ ഊട്ടിയിൽ ചെയ്തിട്ടുള്ള സിനിമകളുടെ രീതിയിലുള്ളൊരു സിനിമയല്ല, ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഊട്ടി ഈ സിനിമയുടെ. അപ്പം ഒപ്പം എന്ന് പറഞ്ഞ സിനിമ ഒരു വരിയിലുള്ളൊരു സിനിമയാണ്. അതായത് ഒരാൾ ഒരു കണ്ണ് കണ്ടുകൂടാതെ, ജന്മന കണ്ണ് കണ്ടുകൂടാതെ ജനിച്ച ഒരു ജയരാമൻ എന്ന് പറഞ്ഞൊരു, അയാളൊരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ്. അയാളൊരു മർഡർ വിറ്റ്നസ് ചെയ്യാണ്. പക്ഷേ ആളെ കണ്ടിട്ടില്ല. അയാളുടെ മുമ്പിലാണ് ആ മർഡർ നടക്കുന്നത്. പക്ഷേ അയാൾ പ്രൂവ് ചെയ്തില്ല, ഇങ്ങനെ വേറൊരു ആളുണ്ടെന്ന് അയാൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാളായി തീരുവ മർഡർ. അങ്ങനൊരു ധർമ്മസങ്കടത്തിൽപ്പെടുന്ന ഒരാളാണ്. അതോടെ അയാളുടെ സാധാരണ ജീവിതം ഇങ്ങനൊരു സംഭവത്തോടെ താറുമാറാവാണ്. അപ്പം പക്ഷേ എന്തുകൊണ്ടാണ് പടത്തിനെ ഒപ്പം എന്ന് വിളിക്കുന്നത് വെച്ചാൽ, ഇയാൾ അന്വേഷിക്കുന്ന ആൾ ഇയാളുടെ ഒപ്പം തന്നെ അടുത്തുണ്ട്, ഇയാൾ കാണാൻ പറ്റുന്നില്ല. അത്രയും അതാണ് ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പാർട്ട്. ക്യാരക്ടർ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടനാണ് ഈ ബ്ലൈൻഡ് മാനായിട്ട് അഭിനയിക്കുന്നത്. സമുദ്രകന്യാണ് മർഡറായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പുതിയ ജനറേഷൻ്റെയും പഴയ ജനറേഷൻ്റെയും ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. ശരിക്കും ഒരുപാട് പേരുടെ ഒരു സംഗമം തന്നെ. അതെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. നെടുമുടി വേണു, മാമുക്കോയ, അങ്ങനെയുള്ള പഴയ ജനറേഷൻ, ചെമ്പൻ, അല്ലെങ്കിൽ അജു, ഹരീഷ് കണാരൻ, അങ്ങനെയുള്ള ഒരു പുതിയ ജനറേഷൻ്റെ ആൾക്കാരെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. മ്യൂസിക് ഇപ്പോൾ വെച്ചാൽ മ്യൂസിക് പുതിയ കുട്ടികളാണ്, 4 പേരാണ്. അവർ ഫോർന്നൊരു ബാൻഡ് ഉണ്ടാക്കിയ കുട്ടികൾ. അതെ, ആ ബാൻഡിലെ കുട്ടികളാണ് ഈ സിനിമ, അവരുടെ ആദ്യത്തെ സിനിമയാണ്. സോ അത് നല്ലൊരു ഐശ്വര്യകരമായ ഒരു തുടക്കം തന്നെയാണ്. ആവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന.
വന്നപ്പോൾ മുതൽ ഇന്ന് ആക്ച്വലി ഇവിടെ ഒരു സോങ് സീക്വൻസിൻ്റെ ഷൂട്ട് നടക്കായിരുന്നു. നമുക്ക് ആ പാട്ട് കേട്ട് 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 ഇപ്പോൾ അതിങ്ങനെ വയലിങ്ങനെ വേർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. പ്രിയദർശൻ സാർ പറയുകയും ചെയ്തു അതിന് പിന്നിലെ കൈകളെക്കുറിച്ച്, ആ ലിറിക്സ് എഴുതിയതും പാട്ട് കമ്പോസ് ചെയ്തതും ഒക്കെ. 4 ബാൻഡ് എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പിനെ കുറിച്ച് നമ്മളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആൻഡ് ഹിയർ വി ഹാവ്, പക്ഷെ 4 പേരില്ല, 2 പേരേ ഉള്ളൂ. ഹലോ, എന്താ പേര്? ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തന്നെ തുടങ്ങാം അല്ലേ. എൻ്റെ പേര് ബിബി എന്നാണ്. എൻ്റെ പേര് ജിം എന്നാണ്. ജിം, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ പ്രോപ്പർ എറണാകുളമാണ്. എറണാകുളമാണ്. ഓക്കെ. ഞങ്ങൾ 4 പേരാണ്. 4 മ്യൂസിക്സ് എന്നുള്ള പേരിലാണ് ചെയ്യണേ. ഓ ശരി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ 2 പേരുള്ളൂ. 2 പേര് പുറത്താണ്. ഒരാൾ ന്യൂസിലാൻഡിലും ഒരാൾ സൗദി അറേബ്യയിലും സെറ്റിൽഡ് ആണ്. ഓക്കെ, പറയാതിരിക്കാൻ വയ്യ. സീരിയസ്ലി നൈസ് മ്യൂസിക്. താങ്ക് യു സോ മച്ച്. ഇത് ഫസ്റ്റ് ടൈം ആണോ? സെക്കൻഡ് മൂവിയാണ് ഞങ്ങൾ. സെക്കൻഡ് മൂവിയാണ്. ഓക്കെ. അപ്പോൾ പ്രിയദർശൻ സാർ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഫ്രഷേഴ്സാണ്, എല്ലാം പുതിയ ആൾക്കാരാണ്, പക്ഷേ പഴയ ആൾക്കാരുടെയും പുതിയ ആൾക്കാരുടെയും ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ സിനിമ. അത് മ്യൂസിക്കിലായാലും ക്യാമറ സെക്ഷനായാലും എല്ലാവരുടെയും ഒരു കോമ്പിനേഷൻ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൗ ഡു യു ഫീൽ ലൈക്ക് ഇൻ ദ മ്യൂസിക് സെക്ഷൻ? മ്യൂസിക് സത്യം പറഞ്ഞാൽ സാറിനോട് വർക്ക് ചെയ്യാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാരണം ഏറ്റവും നന്നായിട്ട് മ്യൂസിക്കിനെ യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഒരു ഭയങ്കര ലക്കായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫിലിമിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് എത്തിയത്. എത്തിയപ്പോൾ തന്നെ സാറിൻ്റെ ആയിട്ടുള്ള ഓരോ പ്രാവശ്യത്തെ മീറ്റിങ്ങും, അത് നമ്മളൊരു സാധനം ചെയ്തിട്ട് സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ സാറിൻ്റെ അടുത്തുള്ള സജഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം തോന്നും അയ്യോ അത് ശരിയാകുമോ എന്നൊക്കെ തോന്നും. പക്ഷേ സാറ് പറഞ്ഞ സജഷൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാണ്. ആ പാട്ടിൻ്റെ ഭംഗി എന്തോരം വ്യത്യാസം വരുന്നുണ്ട്. അത് ഓരോ പാട്ടിലും ഒരു പാട്ടിലുണ്ടായിരുന്നു. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ഇതിക്ക് മുമ്പ് ചെയ്ത പടത്തിൽ ടൈറ്റിൽ സോങ് ചെയ്ത സോങ്ങിനകത്ത് സാറ് പറഞ്ഞു പല്ലവി ഇപ്പോൾ പല്ലവിയുടെ അവസാനത്തെ വരി വേറെ രീതിയിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ആ അവസാനത്തെ വരി മാത്രം അങ്ങ് മാറ്റിയിട്ട് അവിടെ ഒരു രാഗഭാവം കൊണ്ടുവരാൻ പറഞ്ഞു. അതുപോലെ തന്നെ അനുപല്ലവി ഫുൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അനുപല്ലവിയുടെ ആദ്യത്തെ 2 വരി മാത്രം മാറ്റി, അതിൻ്റെ 2 ട്യൂൺ മാത്രം വേറെ രീതിയിലാക്കാൻ പറഞ്ഞു. സോ അത് ആ ചെയ്ത് കഴിയുമ്പോൾ ഡിഫറൻസ് ഇമ്പാക്ട് എന്തോരം ഉണ്ടെന്നുള്ളത് മനസ്സിലാണ്. സോ ആ എക്സ്പീരിയൻസ് ഭയങ്കര സംഭവമായിരുന്നു. എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഇപ്പോൾ സാറിൻ്റെ ഫിലിമിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് അതിന് നന്ദി പറയേണ്ടത് ആന്നി ചേട്ടനോടാണ്. ശ്രീ ആന്നി പെരുമ്പോൾ ആന്നി ചേട്ടൻ വഴിയാണ് ഞങ്ങൾ പടത്തിലേക്ക് എത്തിയത്. ഞങ്ങൾക്ക് ആന്നി ചേട്ടനെ കാണാൻ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അവസരം ഞങ്ങൾ ആന്നി ചേട്ടനെ പോയി കണ്ടു. ആന്നി ചേട്ടനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു പടത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷിച്ചതെന്നല്ല പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞങ്ങൾ ഭാഗ്യമായിരിക്കാം മേ ബി ഈ പടം തുടങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നു. ആന്നി ചേട്ടൻ പറഞ്ഞു ഞാൻ പ്രിയൻ സാറിൻ്റെ അടുത്തേക്ക് നിങ്ങളെക്കുറിച്ച് പറയാം, പിന്നെ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ സാറിൻ്റെ അടുത്ത് പോയിട്ട് പാട്ടുകൾ ചെയ്ത് കൊടുക്കുക, സാറിന് ഇഷ്ടമായി കഴിഞ്ഞാൽ നടക്കും എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അങ്ങനെയാണ് സാറിൻ്റെ അടുത്തേക്കുള്ള എൻട്രി കിട്ടിയത്. സാറിൻ്റെ അടുത്ത് ചെന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾ ചെയ്ത് കൊടുത്ത പാട്ടുകൾ സാറിന് ഇഷ്ടമാവുകയാണ് ചെയ്തത്. സോ ആദ്യം 2 പാട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടായത്. ആ 2 സിറ്റുവേഷനും ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ലോക്കായിരുന്നു. സോ പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ സാറിനും ഞങ്ങൾ കോൺഫിഡൻസ് തോന്നുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാട്ടുകൾ ഇപ്പം നമ്മൾ പ്രിയദർശൻ സാറിൻ്റെ ഓരോ മൂവീസ് എടുത്താലും അതിൽ നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന വിഷ്വൽസ് ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നതാണ്. ഇന്നിപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഇത് മൊത്തം കണ്ടപ്പോഴും ആ കുട്ടി, നമ്മൾ മീനാക്ഷിനെ അറിയാം, ഓൾറെഡി ഒരു പാട്ടിലൂടെ തന്നെ ഫേമസ് ആയ ഒരു കുട്ടിയാണ്. അപ്പോൾ അവളും ലാലേട്ടനും കൂടി ഇതിങ്ങനെ പാടുമ്പോഴും ഞങ്ങളിങ്ങനെ താളം പിടിച്ച് ഇപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ? എന്താണ് വാട്ട് യു ലുക്കിംഗ് ഫോർവേഡ്? എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ട അഭിപ്രായങ്ങൾ വെച്ച് പാട്ട് നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50% ക്രെഡിറ്റും സാറിന് തന്നെ. കാരണം ഈ പാട്ടിന് വേണ്ടി മാത്രമേ 9ഓളം ട്യൂണുകൾ ചെയ്തു. ഈ ഒരു ട്യൂൺ വേണ്ടി, ഒരു പർട്ടിക്കുലർ ട്യൂൺ വേണ്ടി മാത്രമാണ് സാർ സെലക്ട് ചെയ്തത്. ലാസ്റ്റ് വണ്ണാണ്. ഇതിലെല്ലാ സോങ്സും നിങ്ങളുടെ ബാൻഡ് തന്നെയാണ്, ഇൻക്ലൂഡിംഗ് ടൈറ്റിൽ സോങ്. 4 സോങ്ങും ഒരു കവിതയാണുള്ളത്. 4 സോങ്ങുകൾ 2 എഴുതിയേക്കുന്നത് ഹരിനാരായൺ, 2 സോങ്ങും കവിത എഴുതിയേക്കുന്നത് മധുവാസുദേവൻ ആളാണ് എഴുതിയേക്കണ പാട്ടുകൾ. സോ ലിറിക്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഓവറോൾ വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു. ഈ പാട്ട് മാത്രമല്ല മറ്റേ പാട്ടുകൾ എല്ലാവരും കേട്ടൊരു നല്ല അഭിപ്രായമാണ് പറയുന്നത്. സോ ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്, അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിം ഇറങ്ങുന്നതോട് കൂടിയിട്ട് ആ ഒരു 4 ബാൻഡ് എന്നുള്ള ലോകപ്രസിദ്ധം ആവും എന്നുള്ളത് ഫോർ ഷുവർ. ഇറ്റ്സ് ഓൾറെഡി റിട്ടൺ അല്ലേ? അപ്പോൾ കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിഫ്റ്റിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര ടൈറ്റായിട്ടാണ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോങ്ങിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതിൻ്റെ സൗണ്ടായി കേൾക്കണേ. നെക്സ്റ്റത്തെ ഷോട്ടിൻ്റെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ബസ്സിൻ്റെ മുകളിലാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, മീനാക്ഷിയും തമ്മിലുള്ളൊരു സോങ്ങിൻ്റെ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്യാൻ പോണത്.
ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബസ് ഈ ലൊക്കേഷനിൽ വന്നിട്ട് കണ്ടതാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു പ്രോപ്പർട്ടി കിട്ടിയ സന്തോഷത്തിൽ ഓൺ ദ സ്പോട്ടായിരുന്നു ഇങ്ങനൊരു സീക്വൻസ് പ്ലാൻ ചെയ്തത്. ആൻഡ് ദാറ്റ് ഈസ് പ്രിയദർശൻ സാർ. ഇപ്പം സർ, എനിക്ക് ഏറ്റവും കൂടുതൽ ഈഗർലി ഞാൻ സാറിലേത് വെയിറ്റ് ചെയ്യുന്നൊരു ആൻസർ. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ശരിക്കും കിലുക്കം എന്ന സിനിമ, ആ ഒരു എവർഗ്രീൻ സിനിമ കഴിഞ്ഞിട്ട് ഇറ്റ്സ് ബീൻ 25 years അല്ലേ? അതേ ഊട്ടിയിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഒപ്പത്തിനോടൊപ്പം എത്തിയിരിക്കുകയാണ്. ഒരാൾ മാത്രം ഒപ്പമില്ല, ജഗദീഷ് കുമാർ. സോ ഹൗ ഡു യു ഫീൽ? അല്ല, ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നൊസ്റ്റാൾജിക് ഫിലിമാണ് എന്നെ സംബന്ധിച്ചു. പഴയ കുറേ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം എന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിയുന്നു. അല്ല, സിനിമയിൽ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം കിലുക്കത്തിലേക്ക് നമ്മളൊരു 25 years ബിഫോർ കിലുക്കത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സാറിനെ ഏറ്റവും ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ നിൽക്കുന്നൊരു രംഗം? അങ്ങനെയില്ല. കിലുക്കം എന്ന് പറഞ്ഞ സിനിമയിലെ എല്ലാ സീനുകളും മനസ്സിൽ നിൽക്കുന്ന സീനുകളിലാണെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം തൊട്ട് ലാസ്റ്റ് സീൻ വരെയുള്ള സംഭവങ്ങൾ വളരെ കുറച്ച് നമ്മൾ ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആ സിനിമ സെറ്റിൽ എഴുതിയുണ്ടായൊരു സിനിമയാണ്. അല്ലാതെ ഒരിക്കലും അതിനൊരു ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു തിരക്കഥ വേണുചേട്ടനും ഞാനും കൂടെ ഉണ്ടാക്കിയ ശേഷം ഇവിടെ വന്നിരുന്ന ശേഷം സിനിമ എടുക്കുന്ന സമയങ്ങളിൽ എഴുതി ഉണ്ടാക്കിയ സിനിമയാണ്. എഴുതിയതും പറഞ്ഞതുമായ സംഭവങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ ലാലിൻ്റെയും അമ്പിളിയുടെയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സര ബുദ്ധിയോടുള്ളൊരു പെർഫോമൻസ് ആ സിനിമ ഉണ്ടായിരുന്നു. അത് ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടറുണ്ടായിരുന്നു, തിലകൻ ചേട്ടൻ. ഒന്നാമത്തെ കാര്യം, ഇന്ന് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല നടന്മാരില്ലാതായി. അപ്പോൾ എന്തുവെന്ന് വെച്ചാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ഇവരെയൊക്കെ മനസ്സിൽ കാണും. ഇപ്പോൾ അങ്ങനെ മനസ്സിൽ കാണാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ നടന്മാരൊന്നും മോശം എന്നല്ല പറഞ്ഞത്, പക്ഷേ അന്നത്തെ അവരുടെ ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ തന്നെ ഒരു ശങ്കരാടി ചേട്ടനെയൊക്കെ നമ്മൾ എത്രയോ വർഷം കണ്ടു മടുക്കാതെ കണ്ടു, ഇപ്പോഴുള്ള കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴുള്ള ചില നടന്മാരെയൊക്കെ നമ്മളൊരു 3 വർഷം കഴിയുമ്പോൾ നമുക്ക് മടുക്കുന്നു. അതാണ് ഇന്നും ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ അവർ ഗ്രേറ്റ് ആയിരുന്നു. അതിനകത്ത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത് ജഗദീഷ് കുമാർ എന്ന അമ്പിളിയാണ്. അതായത് കിലുക്കം പോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴും അതേ സ്ക്രിപ്റ്റ് ഒരു വരി മാറ്റാതെ പോലും ചിന്തിച്ചാലും നമുക്ക് വേറെ ആളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നല്ല ചാറ്റൽ മഴയത്ത് നല്ല ലെമൺ ടീ കുടിച്ച് ഞാനിങ്ങനെ ലാലേട്ടൻ്റെ അഭിനയവും ആസ്വദിച്ച് ഒപ്പത്തിൻ്റെ ലൊക്കേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും ഇതാണ് സിനിമ സെറ്റ്. ഒരുപാട് പേരുടെ അധ്വാനം, ആ ഒരു അധ്വാനത്തിൻ്റെയൊക്കെ ഇടയിൽ അവർക്കിങ്ങനെ ഇടയിലിടയിൽ കിട്ടുന്ന ഓരോ റിഫ്രഷ്മെൻറ്റ്സ് ആണ് ഇതേപോലെയുള്ള ലെമൺ ടീയും സ്നാക്സും ഒക്കെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. അതിൻ്റെ സോങ്ങാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത്ര എളുപ്പമുള്ള പണിയല്ല അത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിതൊക്കെ സിനിമകൾ നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഉടനടി അതിൻ്റെ വ്യാജ സീഡിയൊക്കെ അടിച്ച് ലാപ്ടോപ്പിലൊക്കെ ഇട്ട് കാണും അല്ലേ? പക്ഷേ നിങ്ങൾ ഓർക്കുക, എത്ര പേരുടെ കഷ്ടപ്പാടാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എത്ര പണം മുടക്കി, എത്ര കഷ്ടപ്പാടുള്ളൊരു സംരംഭമാണ് ഒരു സിനിമ. സോ എന്തായാലും ഇനി നമുക്കധികം വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ മറ്റൊരു മനോഹരമായൊരു വിഷ്വൽ ട്രീറ്റാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ലെമൺ ടീ കുടിച്ചുകൊണ്ട് ഒപ്പത്തിൻ്റെ ലൊക്കേഷനിലാണ്. ലാലേട്ടൻ്റെ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സോങ് സീക്വൻസിൻ്റെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ വിത്ത് ദിസ് ലെമൺ ടീ.
ഓരോ ഷോട്ടിൻ്റെയും ബ്രേക്കിലാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പം സാറിൻ്റെ എല്ലാ ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഈക്വലാണ്, ഹ്യൂമർ ഈക്വലാണ്, സീരിയസ്നെസ് ഈക്വലാണ്. എങ്ങനെയാണ് അതിൻ്റെ സാറിൻ്റെ ഒരു ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ സിനിമകളും എടുത്തിട്ടുണ്ട്. ആർട്ട് സിനിമ എടുത്തിട്ടുണ്ട്, കാഞ്ചീപുരം പോലെ, പിന്നെ പീരിയഡ് ഫിലിം എടുത്തിട്ടുണ്ട്, കാലാപാനി പോലെ, ആക്ഷൻ ഫിലിം എടുത്തിട്ടുണ്ട്, അഭിമന്യു, ആര്യൻ പോലെ, പിന്നെ തമാശ ചിത്രങ്ങൾ, റൊമാൻറ്റിക് ഫിലിംസ്. എനിക്ക് കാണാൻ ആഗ്രഹിച്ചിരുന്ന, ഞാൻ സിനിമ കണ്ട കാലത്ത് കാണാൻ ആഗ്രഹിച്ചിരുന്ന സിനിമകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ സംഭവം. അല്ലാതെ ഇന്ന തരം സിനിമ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ത്രില്ലർ എടുക്കുന്നത്. അതാണ് ഈ ഒപ്പം ഒരു ക്രൈം ത്രില്ലർ. അതെ. ഇപ്പം നമുക്കൊക്കെ അറിയണോ സാറിൻ്റെ ഫിലിം കണ്ടാൽ മതി, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പ്രണയിക്കണോ സാറിൻ്റെ ഫിലിം കണ്ടാൽ മതി. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വികാരങ്ങൾ നമുക്കുണ്ടോ അതിനെല്ലാത്തിനും നമുക്കൊരു വിഷ്വലൈസ്ഡ് ഫോമാണ് ശരിക്കും സാറിൻ്റെ ഓരോ മൂവീസും. ഇപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലറാണ്. ഇത് സാർ ആദ്യമായിട്ട് എന്താണ് ഇതിലേക്ക് ഇങ്ങനൊരു ഇല്ല, അത് ശരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓൺലൈൻ ആയിട്ടൊരു കഥ ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞാണ്. അപ്പോൾ അതിനകത്തൊരു പ്രതീക്ഷ തോന്നി, ഇന്ന് വർക്ക് ചെയ്ത് നോക്കാമെന്ന് തോന്നി. ലാലിനങ്ങനെ ക്യാരക്ടർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ലാൽ തന്നെയാണ് ഈ കഥ കൊടുത്തയച്ചത്. അപ്പം അത് വർക്ക് ചെയ്തപ്പോൾ ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. സാറിൻ്റെ ഒരുപാട് മൂവീസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സാറിന് ഇത്രയും ഇപ്പോൾ ഹിന്ദിയിൽ ചെയ്തു, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ മനസ്സിൽ തട്ടി നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഇപ്പോൾ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ സിനിമ എന്ന് പറയുന്നത് കാഞ്ചീപുരമാണ്. പിന്നെ അതെ, നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ, കൂടുതലും മോഹൻലാലിൻ്റെ വിഷ്ണു എന്ന കഥാപാത്രം ചിത്രത്തിലെ കൈമൾ എന്ന വേണിച്ചേട്ടൻ്റെ കഥാപാത്രം, പിന്നെ കാലാപാനിയിലെ അമരീഷ് പുരി എന്ന വില്ലൻ, അങ്ങനെ ഒരുപാട്, അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ തന്നെ പപ്പുവേട്ടൻ എന്ന് പറഞ്ഞാണത്, തേന്മാവൻ കുമ്പത്തിലെ പപ്പുവേട്ടൻ, അല്ല വെള്ളാനാണ് നാട്ടിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന പപ്പുവേട്ടൻ, അങ്ങനെ ഇതിനകത്ത് എന്താണ് മഴ പെയ്യുന്ന മക്കളുടെ വീട്ടിലെ എന്ന് പറയുന്ന സിനിമയിലെ പപ്പുവേട്ടൻ. അങ്ങനെ പപ്പുവേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പപ്പുവേട്ടൻ്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് എൻ്റെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെ സാർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമ്മൾ മീറ്റ് ചെയ്ത അവരുടെ ക്യാരക്ടേഴ്സൊക്കെ ഇല്ല, എന്ന് വെച്ചാൽ എൻ്റെ സിനിമകൾക്ക് ജീവിതമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ 1 or 2 സിനിമകളെ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ കൂടുതൽ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സിനിമകളാണ്. അപ്പം ഞാൻ പറയും, എല്ലാ മനുഷ്യൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ സിനിമ എടുക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ വലിയ ബുദ്ധിപരമായിട്ടുള്ള സിനിമകളോ അങ്ങനെയുള്ള സിനിമകളൊന്നും എടുക്കുന്ന ആളല്ല. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി കാരണമാണ് എല്ലാവരും എക്കാലത്തും സാറിൻ്റെ സിനിമകൾ എത്ര അധികം ഇഷ്ടപ്പെടുന്നത്. ഹ്യൂമർ എന്ന് പറയുന്ന സംഭവം എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഹ്യൂമർ എന്നുള്ളത് നാച്ചുറലായിട്ട് എനിക്ക് സംഭവിച്ചു പോയ സംഭവമാണ്. അതായത് പക്ഷെ പലരും പറയും എനിക്ക് തമാശ പറയാൻ അറിയില്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മനസ്സിനകത്ത് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഹ്യൂമർ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഹ്യൂമറസ് സിനിമകൾ ചെയ്യുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാലത്ത്. ഹ്യൂമറസ് സിനിമകൾ ചെയ്യുമ്പോൾ ശ്രീനിവാസിൻ്റെ, അല്ലെങ്കിൽ സീരിയസ് സിനിമ ചെയ്യുമ്പോൾ ദാമോദരൻ മാസ്റ്ററുടെ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒക്കെ വർക്ക് ചെയ്തപ്പോൾ ഡെഫിനറ്റായിട്ട് ഞാൻ ഓരോ സിനിമയും ചെയ്ത് പഠിച്ച ആളാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട്. അതെ. ലാൻഡ് റോവറിൻ്റെ ഡിസ്കവർ, ഈ ചുവന്ന ശകടമുണ്ടല്ലോ, ഇതിലാണ് പ്രിയദർശൻ സാറിൻ്റെ ഓരോ സിനിമകളിലും നമ്മൾ കാണുന്ന അത്രയും മനോഹരമായ ഓരോ ലൊക്കേഷൻസ്, കേരളത്തിനകത്തുള്ള ഓരോ ലൊക്കേഷൻസിലും സാറ് എത്തുന്ന വണ്ടിയാണ്. സാറിൻ്റെ ലൈഫിലെ മോസ്റ്റ് ഓഫ് ദ 80% ടൈമും സാറ് സ്പെൻഡ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ്, ഇപ്പോൾ ഈ വണ്ടിയോടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്, ഇതിൻ്റെ നേരെ ബാക്കിലാണ് സാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാറിൻ്റെ മോഹൻലാൽ ചിത്രമായ ഒപ്പത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായെന്നൊന്ന് നമുക്ക് നോക്കിയിട്ട് തിരിച്ചെത്താം.
ഫ്രെയിമിൽ ഒരു ചെറിയ എലമെൻറ്റിൻ്റെ പോലും പ്ലേസ്മെൻറ്റ് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ വ്യക്തമായൊരു ധാരണയുള്ള ഒരു ലെജൻഡ് എന്ന് തന്നെ പറയാം പ്രിയദർശൻ സാർ. ശരിക്കും ഈ ഒരു പ്ലെയിൻ ലാൻഡിനെ ഇത്രത്തോളം ഡെവലപ്ഡ് ആക്കിയെടുത്തു, ഇത്രത്തോളം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഇത്രയും ഭംഗി ഈ ഒരു ഫ്രെയിം വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ഔട്ട് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ക്ലിയർ വിഷ്വലാണ് സാറിൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു വിഷ്വലാണ് സാർ അതേപടി നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ദ ഓൺലി റീസൺ സാറിൻ്റെ ഫിലിംസ് നമുക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ഈ ഒരു ലാൻഡ് കണ്ടാൽ തന്നെ അറിയാം. സി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടനോടൊപ്പം പ്രിയദർശൻ സാറിനോടൊപ്പം നമ്മുടെ കുഞ്ഞു മീനാക്ഷിയോടൊപ്പം നല്ല അടിപൊളിയൊരു ഓണം വിരുന്ന് കഴിഞ്ഞ എഫക്റ്റിലിരിക്കല്ലോ എല്ലാവരും? കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഒപ്പത്തിൻ്റെ ഒപ്പം കഴിഞ്ഞ വിശേഷങ്ങളുമായി നമ്മൾ തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയ്ക്കൊപ്പം ഒരുപാട് വിഭവങ്ങളുമായിട്ടാണ് കൗമുദി TV ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നത്. അപ്പം ഞങ്ങളോടൊപ്പം ഈ ഓണം നിങ്ങളും അടിച്ചു പൊളിക്കുക. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം. ബൈ.